തെറയും തെയ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊന്ന് പറയാം. ആ പേരിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. തെയ്യം എന്ന് പറയുന്നത് ദൈവം എന്ന വാക്കിൽ നിന്നാണ് ഈ തെയ്യം എന്നുള്ളൊരു പേര് ഉണ്ടായത് എന്നാണ് ഞാൻ പഠിച്ചത്. ഈ തിറ എന്ന് പറയുന്ന കാവുകളിലൊക്കെയുള്ള തറകളിലെ ആ തറകളിൽ ലോപിച്ചാണ് തെറ ആയിട്ട് മാറിയത്. അങ്ങനെയാണ്. ഇതിൽ പറയാൻ ചടങ്ങുകൾക്കാണ് കൂടുതൽ വ്യത്യാസങ്ങൾ. വേഷവിധാനത്തിന് വ്യത്യാസങ്ങളുണ്ട്, ആട്ടങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം കണ്ണൂർ, കാസർഗോഡ്, നീലേശ്വരം, തലശ്ശേരി, കോരപ്പുഴ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നമുക്ക് എത്തിക്കാം തെയ്യത്തെ. അവിടുന്ന് ഇങ്ങോട്ട് തിറയാട്ടാണ്. ഒരു തെയ്യം, നമുക്കൊരു കണ്ടനാർ കേളൻ തെയ്യം ഇറങ്ങണമെങ്കിൽ അതിന് 3 ദിവസത്തെ ചടങ്ങുകളാണ്. ഒരു ദിവസം തോറ്റം എന്ന് പറയുന്ന ഒരു ദിവസം തന്നെ, പിന്നെ അതിൻ്റെ വെള്ളാട്ടം ഒരു ദിവസം, പിന്നെയാണ് തെയ്യം ഇറങ്ങുന്നത്. അപ്പോൾ 3 ദിവസത്തെ ഈ കളിയാട്ടമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ആ തെയ്യത്തിന് 3 ദിവസം വഴിക്കുണ്ട്, ചിലപ്പോൾ 2 ദിവസം മതിയാവും. പക്ഷെ തിറ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ നമ്മൾ എത്തുന്നു, അന്ന് തന്നെ രാവിലെ തോറ്റം കഴിഞ്ഞ് വെള്ളാട്ട് കഴിഞ്ഞ് തിറ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. തെയ്യത്തിന് കൂടുതൽ കലാശങ്ങളോ കാര്യങ്ങളോ കൂടുതലില്ല. എന്ന് വെച്ചാൽ ഒരു തിറ കളിക്കുന്ന പോലെ തെയ്യം കളിക്കേണ്ട ആവശ്യമില്ല. തെയ്യത്തിന് ആ ചടങ്ങുകൾക്കനുസരിച്ച് കാലി വെച്ചാൽ മതി. അത് കൂടുതൽ താളങ്ങളില്ല. അപ്പോൾ തിറയാട്ടമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു തിറയ്ക്ക് തന്നെ ഒരു 5 കാലം താളങ്ങൾ ഉണ്ടാവും. ഒരു കാലം കഴിഞ്ഞ് അടുത്ത കാലം കയറി അടുത്ത ഒരു 5 തട്ടായിട്ടുള്ള താളങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലേ ആ തിറ പൂർത്തീകരിക്കുന്നുണ്ട്. തെയ്യത്തിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി വന്ന് ആ തോറ്റം കഴിഞ്ഞ് വന്നാൽ നേരിട്ട് 1 2 താളത്തിൽ തെയ്യം കഴിയും. പിന്നെ തെയ്യം ഇരിക്കുകയാണ്.